നിർബന്ധിത ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ചു എന്ന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ഉടൻ കേസെടുക്കില്ല. കൂടുതൽ തെളിവുകൾ ലഭിക്കുകയോ പുറത്തു വന്ന ശബ്ദ സന്ദേശത്തിലെ യുവതി നേരിട്ട് വരികയോ ചെയ്താൽ മാത്രം കേസെടുത്താൽ മതിയെന്നാണ് പോലീസിന് ലഭിച്ച നിയമോപദേശം. രാഹുലിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് ഷിൻഡോ സെബാസ്റ്റ്യനാണ് എറണാകുളം സെൻട്രൽ പോലീസിൽ പരാതി നൽകിയത്. അതേസമയം യുവതികളുടെ വെളിപ്പെടുത്തലിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാണ്. രാജി ആവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി CPM-ഉം BJP-യും പ്രതിഷേധം തുടരുകയാണ്. പൊതുജന വികാരം എന്തെന്ന് മനസ്സിലാക്കി തീരുമാനമെടുക്കുന്നതാണ് രാഹുലിന് നല്ലതെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറഞ്ഞു. അവൻ ഇന്നലെയൊന്നും തുടങ്ങിയതല്ല. നമ്മൾ പറയില്ലേ ചെറിയ പിള്ളേരെ തെറ്റ് കണ്ടാൽ നമ്മൾ എന്ത് പറയും? എന്താ പറയാ? ചെക്ക മുട്ടയിന്ന് വിരിഞ്ഞിട്ടില്ല, ഇപ്പൊ തന്നെ കുഴപ്പമാണ് അല്ലേ? സംഗതി 35 വയസ്സിൽ ഇതാണെങ്കിൽ ഈ പാവി കുറെ കഴിയുമ്പോ എന്തായിരിക്കും? വേലിയിൽ സാരി ഇട്ടാൽ കുഴപ്പമാകില്ല. ഇവന്റെ മുമ്പില് വേലിയില് മതിൽപ്പുറത്തോ സാരി ഉണങ്ങാനിട്ടാൽ ഇവൻ ആ വഴിക്ക് നടത്താൻ പറ്റില്ല. മറ്റവൻ പരിങ്ങിയിരിക്കുകയാണ്, ഞാൻ ഒന്നിനുമില്ല, ഞാൻ വളരെ ഡീസന്റ് ആണ്, ഈ മറ്റേ കക്ഷി എന്റെ കൂടെ വന്ന് പറ്റിയതാണ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന ആള് എന്റെ ജീവൻ പോയാൽ പാലക്കാട് ഞാൻ പറയുന്ന സ്ഥാനാർത്ഥി ആര്? നല്ല ആള്, മനസ്സിലായില്ലേ? ഈ എന്താ പറയാ, കന്നാസും കടലാസും പോലെയല്ലേ ഇവര് നടത്താം? കന്നാസും കടലാസും പോലെയാണ് ഷാഫിയും ഈ രാഹുലും. പാലക്കാട് വിക്ടോറിയ കോളേജിന് മുന്നിൽ ക്യാൻവാസ് ഒരുക്കിയായിരുന്നു BJP-യുടെ പ്രതിഷേധം. പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ ഔദ്യോഗിക പരിപാടികൾ റദ്ദാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ അടൂരിലെ വീട്ടിൽ തന്നെ തുടരുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ നൈറ്റ് മാർച്ചും ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ രാജി ആവശ്യം തള്ളുകയാണ് കോൺഗ്രസ്. LDF MLA-മാർ ആരോപണ വിധേയരായപ്പോൾ രാജിവെച്ചില്ലല്ലോ എന്ന മറുചോദ്യമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ പാർട്ടി നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി ഒഴിഞ്ഞതെന്ന് സ്ഥിരീകരിച്ച് VK ശ്രീകണ്ഠൻ രംഗത്തെത്തി. ആരോപണങ്ങൾ പാർട്ടി അന്വേഷിക്കുമെന്നും പ്രതികരിച്ചു. അദ്ദേഹം പാലക്കാട് MLA ആണ്, കേരള നിയമസഭയിലെ മെമ്പറാണ്. ആ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ പുകമറ ഉണ്ടായപ്പോൾ തന്നെ ആ സ്ഥാനം രാജിവെക്കണം എന്ന് പാർട്ടി തീരുമാനിച്ചു, രാജിവെച്ചു. നമ്മൾ നിയമത്തിന് വഴങ്ങി ജീവിക്കുന്ന ആൾക്കാരാണ്. നിയമ സംവിധാനത്തെ സത്യപ്രതിജ്ഞ ചെയ്ത അധികാരത്തിൽ ഒന്ന് പ്രവർത്തിക്കുന്നവരാണ്. നിയമവിരുദ്ധമായ പ്രവർത്തനം ആര് ചെയ്താലും ഒരു കാരണവശാലും VK ശ്രീകണ്ഠനല്ല കോൺഗ്രസ് പാർട്ടി ഒരിക്കലും അതിനെ ന്യായീകരിക്കില്ല. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തീർച്ചയായിട്ടും പാർട്ടി അത് ആലോചിക്കുന്നുണ്ട്. ഈ ആരോപണങ്ങളും മറ്റു കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് അടിയന്തരമായിട്ട് അന്വേഷണം നടത്താൻ പാർട്ടി ആലോചിക്കുന്നുണ്ട്. MLA പദവിയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജി ആവശ്യപ്പെടാൻ CPM-ന് ധാർമ്മികമായ അവകാശമില്ലെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. ഞാൻ ഗോവിന്ദൻ മാസ്റ്ററുടെ വാർത്താ സമ്മേളനം സശ്രദ്ധം വീക്ഷിച്ചു. അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് ആലോചിക്കട്ടെന്നാണ്. അത്ര മാത്രമേ അദ്ദേഹത്തിന് പറയാൻ സാധിക്കൂ. കാരണം CPM ഇത്തരം കേസുകളിൽ ഇതിനേക്കാൾ ഗൗരവമേറിയ കേസുകൾ ആലോചിച്ചിട്ടില്ല. BJP-ക്കും അത് ഞങ്ങളെ ഉപദേശിക്കാനുള്ള ധാർമ്മികതയില്ല. ബ്രജ്ഭൂഷന്റെ കേസുണ്ട്. യെഡ്യൂരപ്പ പോസ്കോ കേസിൽ പ്രതിയാണ്. BJP-യുടെ പരമോന്നത സമിതിയിൽ അംഗമാണ്. ഉന്നാവ് കേസ് നമ്മളുടെ മുമ്പിലുണ്ട്. പത്ര കേസ് നമ്മളുടെ മുമ്പിലുണ്ട്. അതൊന്നും പറയാൻ ഞാൻ ആഗ്രഹിച്ചതല്ല. അതെല്ലാം അവർക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ ഏറ്റവും വേഗത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടി സ്ഥാനത്തുനിന്ന് അദ്ദേഹം ഒഴിഞ്ഞു. അതിന്റെ കാരണങ്ങൾ എല്ലാവർക്കും അറിയാം. ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ആലോചിച്ചു. നവമി ദിനേശ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. നവമി, കേസിന്റെ വിശദാംശങ്ങളിലേക്കാണ് പോകേണ്ടത്. ഇന്നലെയാണല്ലോ അഡ്വക്കേറ്റ് ഷിൻഡോ സെബാസ്റ്റ്യൻ ഒരു കേസുമായി പോലീസ് സ്റ്റേഷനിൽ സമീപിച്ചത്. അപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട എന്നുള്ളതാണോ നിലപാട്? എന്താണ് അത്തരത്തിലൊരു നിയമോപദേശം? എൽദോ, ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് എറണാകുളം സെൻട്രൽ പോലീസിന് CPM അനുഭാവി കൂടിയായിട്ടുള്ള ഷിൻഡോ സെബാസ്റ്റ്യൻ ഒരു പരാതി നൽകിയത്. ആ പരാതിയിൽ പറയുന്നത് രാഹുൽ മാങ്കൂട്ടം യുവതിയെ ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചു എന്ന കാര്യമാണ്. ഇതിൽ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പരാതി. പക്ഷേ പോലീസ് ഇതിൽ നിയമോപദേശം തേടി. കാരണം ഈ പരാതിയിൽ പറയുന്നത് ഒരു ഓഡിയോ സന്ദേശത്തിന്റെ പുറത്ത് മാത്രമാണ്. അത് മാധ്യമങ്ങളിൽ വന്ന ഒരു ഓഡിയോ സന്ദേശത്തിന്റെ പുറത്ത് ഇത്തരത്തിലൊരു പരാതി നൽകിയാൽ നാളെ ഇത് കോടതിയിലേക്ക് എത്തുമ്പോൾ എന്തായിരിക്കും
ആ കേസിന്റെ ഭാവി എന്നതുകൊണ്ടാണ് പോലീസ് ഒരു നിയമോപദേശം തേടിയത്. എന്തായാലും പോലീസിന് ലഭിച്ച വിവരമനുസരിച്ച് അല്ലെങ്കിൽ പോലീസിന് ലഭിച്ച നിയമോപദേശം അനുസരിച്ച് തൽക്കാലം ധൃതിപ്പെട്ട് ഈ വിഷയത്തിൽ കേസ് എടുക്കേണ്ടതില്ല. കൂടുതൽ പരാതി വരികയോ അല്ലെങ്കിൽ ഈ ഇരയാക്കപ്പെട്ട യുവതി തന്നെ നേരിട്ടെത്തി പരാതി നൽകുകയോ അല്ലെങ്കിൽ മറ്റ് പരാതിക്കാരികൾ ആരെങ്കിലും രംഗത്തെത്തുകയാണെങ്കിൽ മാത്രം ഈ കേസുമായി മുന്നോട്ട് പോയാൽ മതി എന്നൊരു നിയമോപദേശമാണ് പോലീസിന് ലഭിച്ചത്. മാധ്യമങ്ങളിൽ വന്ന ഓഡിയോ സന്ദേശത്തിന്റെ അല്ലെങ്കിൽ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഒരു ആരോപണമായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അത് നിയമപരമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കേണ്ടതില്ല എന്നാണ് പോലീസിന് ലഭിച്ച നിയമോപദേശം. അങ്ങനെ തന്നെയാണ് പോലീസും ഇതിന്റെ ഒരു തുടർ നടപടിയായി സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുന്നത്. എന്നാലും തിടുക്കപ്പെട്ട് പോലീസും കേസെടുക്കില്ല എന്നാണ് നമുക്ക് വ്യക്തമാക്കുന്നത്. ഇന്നലെ രാഹുൽ മാങ്കൂട്ടം മാധ്യമങ്ങളെ കണ്ടപ്പോഴും രാഹുലിന്റെ ഒരു ആത്മവിശ്വാസം അത് തന്നെ തുടർന്നോ. ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തന്നെ എൽദോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു ആത്മവിശ്വാസം അത് തന്നെയാണ്. ആരും തന്നെ പരാതിയുമായി രംഗത്തെത്തില്ല എന്നൊരു വിശ്വാസം, ഒരു കോൺഫിഡൻസ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുഖത്തുണ്ടായിരുന്നു. അത് തന്നെയാണ് ആവർത്തിച്ച് രാഹുൽ പറയുന്നതും. MLA സ്ഥാനം രാജിവെക്കണമെന്ന് BJP അടക്കം പറയുമ്പോൾ എന്തുകൊണ്ട് പാർട്ടി അടക്കം ഇതിനെ രാഹുൽ മാങ്കൂട്ടത്തിനെ നിർബന്ധിക്കാത്തതെന്നാൽ ഇതൊരു കേസുമായി മുന്നോട്ട് പോകാൻ സ്ത്രീകൾ ആരും തന്നെ രംഗത്തെത്തില്ല എന്ന രീതിയിലേക്ക് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടവും പാർട്ടിയും ഉറച്ചു വിശ്വസിക്കുന്നത്. ഈ ചാറ്റുകളടക്കം ആദ്യം റിനി ഇത്തരത്തിലൊരു ആരോപണവുമായി എത്തുന്നു. പക്ഷെ അത് രാഹുൽ മാങ്കൂട്ടമാണെന്ന് പോലും റിനി ഇതുവരേക്കും പേര് വെളിപ്പെടുത്തിയിട്ടില്ല. അവരായാലും പോലീസിനെ സമീപിക്കുവാനും തയ്യാറായിട്ടുമില്ല. മറ്റ് 2 പേർ ഒരു ഓഡിയോ സന്ദേശമാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അതിലാണ് ഈ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്താനായി പ്രേരിപ്പിക്കുന്നത്. ആ യുവതി ആരാണെന്ന് അറിയുന്നില്ല. യുവതി പോലീസിനെ സമീപിക്കുവാനും തയ്യാറായിട്ടില്ല എന്നാണ് നമുക്ക് ഇതുവരെയും ലഭിക്കുന്ന വിവരം. മറ്റൊന്ന് ന്യൂസ് 18 തന്നെ പുറത്തുവിട്ട അവന്തിക, ട്രാൻസ്ജെൻഡർ അവന്തികയോട് മോശമായി പെരുമാറി. പക്ഷെ അവന്തിക ആയിക്കോട്ടെ പാർട്ടിയിൽ അത് പരാതി പറഞ്ഞു എന്നതിനപ്പുറത്തേക്ക് വന്നാൽ പോലീസിനെയോ അല്ലെങ്കിൽ നിയമപരമായി മുന്നോട്ട് പോകാനോ തയ്യാറായിട്ടില്ല. ഇന്നും ചില വെളിപ്പെടുത്തലുകൾ ഉണ്ടായി. ഇവരെല്ലാവർക്കും നിയമപരമായി മുന്നോട്ട് പോകാൻ ഭയമാണെന്ന നിലപാടിൽ തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ആരോപണം എന്നതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഒരു യൂത്ത് കോൺഗ്രസ് സ്ഥാനം രാജിവെച്ചു എന്നതിനപ്പുറത്തേക്ക് MLA സ്ഥാനം രാജിവെക്കേണ്ട എന്ന് തന്നെയാണ് പാർട്ടി നൽകിയിരിക്കുന്ന, രാഹുലിന് നൽകിയിരിക്കുന്ന നിർദ്ദേശവും. രാഹുലിന്റെയും തീരുമാനം അങ്ങനെ തന്നെയാണ്. രാഹുൽ അടക്കം ഉയർത്തിക്കാട്ടുന്നത് അല്ലെങ്കിൽ പാർട്ടി ഈ വിഷയത്തെ പ്രതിരോധിക്കുന്നത് മുകേഷിനെയും മുന്നിൽ വെച്ചാണ്. മുകേഷ് MLAക്കെതിരായിട്ടുള്ള ആരോപണം നമ്മൾ കണ്ടതാണ്. പിന്നീട് പോലീസ് കേസെടുത്തു, അതിന്റെ കുറ്റപത്രം സമർപ്പിച്ചു, മുകേഷിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുന്ന സാഹചര്യമുണ്ടായി. എന്നിട്ട് പോലും മുകേഷ് MLA രാജിവെച്ചില്ലല്ലോ. പിന്നെ എന്തിനാണ് തികച്ചും ഒരു ആരോപണത്തിന്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടം രാജിവെക്കേണ്ടത്? അതെന്തിനാണെന്ന ചോദ്യം ആവർത്തിച്ച് തന്നെയാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ഒപ്പം M. വിൻസെന്റ് MLAയും ജയിലിൽ കിടന്ന വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹവും രാജിവെച്ചിട്ടില്ല. എൽദോസ് കുന്നപ്പള്ളിക്കെതിരെയും ലൈംഗിക ആരോപണ പരാതി ഉയർന്നിരുന്നു. അതിലും അദ്ദേഹത്തിനെതിരെ നടപടി ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ആ രീതിയിലേക്ക് തന്നെ രാഹുൽ മാങ്കൂട്ടത്തെയും സംരക്ഷിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് പാർട്ടി ഇതിനോടകം എടുത്തിരിക്കുന്നത്. പോലീസ് കേസെടുക്കാത്തിടത്തോളം കാലം അല്ലെങ്കിൽ ഒരു യുവതി കൃത്യമായിട്ടുള്ള തെളിവുകളുമായി പോലീസിനെ സമീപിക്കാത്തിടത്തോളം കാലം രാഹുൽ മാങ്കൂട്ടവും തുടരുക. ഇപ്പോൾ MV ഗോവിന്ദൻ CPM സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. തത്സമയം പരാതി വരുമോ ഇല്ലോ എന്നുള്ളതൊന്നുമല്ല ഇവിടെ പ്രശ്നം. ഞാനും നിങ്ങളും കണ്ടോ, ഈ പൊതുസമൂഹം കണ്ടോ, കാര്യങ്ങൾ മുഴുവൻ കൃത്യമായിട്ട് മനുഷ്യ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടില്ലേ? പിന്നെ യാതൊരു ഉളുപ്പുമില്ലാത്ത രീതിയിൽ ഇതിനെ സമീപിക്കുന്ന ആളുകൾ വേറൊന്നും പറയാനില്ല. ഞാൻ ഇന്നലെ അതാ പറഞ്ഞത്, കോൺഗ്രസ്സാണ് തീരുമാനിക്കേണ്ടത്. കോൺഗ്രസ് തീരുമാനിക്കട്ടെ. അതൊക്കെ പിന്നീട് ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. അല്ലെങ്കിൽ അതൊക്കെ കേരളത്തിലെ പൊതുവികാരത്തിന്റെ ഭാഗമായി വരുന്ന കാര്യങ്ങൾ മാത്രമാണ്. അതൊക്കെ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഇന്നയാളെ തടയുകയൊന്നുമല്ല. സ്വാഭാവികമായിട്ടും കേരളത്തിന്റെ പൊതുവികാരം രാജിവെക്കണം എന്നുള്ളതാണ് നിങ്ങൾക്കുൾപ്പെടെ മാധ്യമങ്ങൾക്കുൾപ്പെടെ എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട്. അതേ കാര്യം അല്ല ഇത് ഇവരാണ് ഷാഫി പറമ്പിലാണല്ലോ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരാളും. ഇതെല്ലാം നടന്നാലും ആ നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം മൂടി വെക്കുന്നതിന് വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ഒരാൾ ഷാഫി പറമ്പിൽ കൂടിയാണ്. കോൺഗ്രസിന്റെ പുതിയ നേതൃത്വം എന്ന് പറയുന്നത് ഈ രീതിയിലാണ് എങ്കിൽ അത് വളരെ ഗൗരവമായ പ്രശ്നം തന്നെയാണ്. കോൺഗ്രസ് ആയാലും ഏത് രാഷ്ട്രീയ നേതൃത്വമായാലും ഒരു മൂല്യബോധത്തോടു കൂടിയാണല്ലോ മനുഷ്യർ രാഷ്ട്രീയ നേതാക്കന്മാരെയും പ്രവർത്തകരെയും കാണേണ്ടത്. മൂല്യം പോയിട്ട് മൂല്യത്തിന്റെ ഒരു അംശം പോലും കൈകാര്യം ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ എന്തും ചെയ്യാൻ സാധിക്കുന്ന ഒരു ജീർണത
ഇവരെ ബാധിച്ചിരിക്കുന്നു. അതിന് കൂട്ടുനിൽക്കാൻ ചിലർ മാനസികമായി ആഘാതീകരണതയോടൊപ്പം തന്നെ വരുന്നു എന്ന് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. അല്ലാത്തവർക്ക് അതിന്റെ ഒപ്പം നിൽക്കാൻ സാധിക്കാത്ത സ്ഥിതിയാണുള്ളത്. അവരാണ് മൗനം നടിക്കുന്നത്. ഇത്തരം ആരോപണങ്ങളൊക്കെ ഉയർന്നു വരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ MLA ആക്കി നിർത്തിയത്? ആര്? കോൺഗ്രസ് ഉയർന്നു വരുമെന്ന് അല്ല, അത് ഇന്നലെ അവർ പറഞ്ഞല്ലോ. അറിയാമായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പേ അറിയാമായിരുന്നു. ഞാൻ പിതൃതുല്യം സ്നേഹിക്കുന്ന VD സതീശനോട് ഞാൻ ഈ കാര്യം മുമ്പേ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിന് നിരവധി പദവികൾ നൽകിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അതിന്റെ കാഠിന്യം വളരെ വ്യക്തമാണല്ലോ. അവർ അത്രയെല്ലാം കാര്യം പറഞ്ഞിട്ടും ഇത് കൃത്യമായിട്ട് ചെയ്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ അറിയാതെ ചെയ്തതല്ല, അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണ്. അപ്പോൾ അതവരുടെ ഒരു സാംസ്കാരിക അവബോധം തന്നെയാണ് പ്രകടിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിൽ VD സതീശൻ ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്. എല്ലാം അറിഞ്ഞിട്ടും ഈ കാര്യങ്ങളെല്ലാം ഫലപ്രദമായിട്ട് ഇടപെട്ട് എന്തെങ്കിലും ചെയ്യുന്നതിന് പകരം അവർക്കെല്ലാം പ്രൊമോഷനും ഡബിൾ പ്രൊമോഷനും കൊടുക്കുന്ന നിലയാണ് ഉണ്ടായത് എന്ന് പറയുന്ന ആ സ്ത്രീയുടെ, ആ യുവതിയുടെ പരാമർശം വളരെ വളരെ ഗൗരവമുള്ളതാണ്. അത് സ്ത്രീവിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ഒരുപടി ആളുകൾ സൈബറിന്റെ പേരും പോലെ നടക്കുന്നുണ്ട്. അതൊക്കെ സ്വാഭാവികമായിട്ടും കുറച്ച് കഴിയുമ്പോഴേ അവസാനിക്കും. അതിലൊന്നും ഒരു സംശയം ഉണ്ടാവേണ്ടതില്ല. ശരിയായ സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമേ നിലനിൽക്കുള്ളൂ. ബാക്കിയെല്ലാം തകർന്നു പോകും. അത് നിയമ നടപടി തുടരും. നിയമ നടപടി തുടരും. ഒരു കാര്യം, ഈ ബി.ജെ.പി നേതാവ് ഗോപാലകൃഷ്ണൻ കുറച്ചു മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്, ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നടക്കുന്ന ആളെ വോട്ട് ചെയ്യും, അത് നിയമപരമായി തെറ്റൊന്നുമില്ല, ഞങ്ങൾ അത് ചെയ്യും, അടുത്ത തെരഞ്ഞെടുപ്പിലും ചെയ്യും. അതായത് നമുക്ക് തൃശ്ശൂരിലെ കാര്യം അറിയാം. അത് ഈ ഫാസിസ്റ്റുകളായ ആളുകൾ എങ്ങനെയാണ് പെരുമാറുക എന്നുള്ളതിനെ കൃത്യമായിട്ട് മുഖക്കണ്ണാടി പോലെ ഗോപാലകൃഷ്ണനെ കണ്ടാൽ മതി. ഫാസിസ്റ്റ് നേരിടുന്നത് ജനങ്ങളെ കാണുന്നത്. അത് ജനങ്ങളുടെ മുമ്പിലുണ്ടാകുന്ന ഒരു അവബോധമല്ലേ അദ്ദേഹം സൃഷ്ടിക്കുന്നത്. ഞങ്ങൾക്ക് എന്തും ചെയ്യാൻ അവകാശമുണ്ട് എന്ന് പറയാനുള്ള ഒരു ധൈര്യം ഒറ്റ ഒരു ശക്തി ജനാധിപത്യ സമൂഹത്തിലുണ്ടാവില്ല. അതുണ്ടാകുന്നത് എപ്പോഴാ? ഫാസിസ്റ്റ്. ഈ നവഫാസിസത്തിന്റെ ഭാഗമായിട്ടുള്ള RSSന്റെ ഏറ്റവും ശക്തനായിട്ടൊരു വക്താവായിട്ടാണ് ഗോപാലകൃഷ്ണനെ കാണുന്നത്. ഗോപാലകൃഷ്ണൻ ആ രീതിയിലാണ് പ്രതികരിച്ചത് എന്നിപ്പോൾ കേരളം കണ്ടല്ലോ. എന്താണ് RSSന്റെയും BJPയുടെയും ഗോപാലകൃഷ്ണന്റെയും ഒക്കെ നിലപാട് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമാക്കപ്പെട്ടു. അത്രയേ ഉള്ളൂ. അത് എത്ര കൊല്ലായി അക്കൗണ്ട് തുറക്കാനും തുറന്നിട്ട് പൂട്ടിപ്പോയല്ലേ. അല്ല, ഈ കേരളത്തിന് ഇവരുടെ അക്കൗണ്ട് തുറന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. തുറന്ന അനുഭവം ഉള്ളതിൽ നിന്ന് കൃത്യമായിട്ട് പൂട്ടിച്ച അനുഭവവും ഉണ്ടായിട്ടുണ്ട്. അത് കേരളത്തെ ഭീഷണിപ്പെടുത്താൻ, കേരളത്തിലെ ഇടതുപക്ഷത്തെ ഭീഷണിപ്പെടുത്താനൊന്നും ഇപ്പോഴും BJP ആയിട്ടില്ല. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് വിവിധ വിഷയങ്ങൾ പ്രതികരിച്ച് പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള സമീപനം അത് വ്യക്തമാക്കുകയായിരുന്നു. നേരത്തെ ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കാര്യമുണ്ടായിരുന്നത് കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്നുള്ളതായിരുന്നു. നമുക്ക് അതിന്റെ വിവരങ്ങൾ ഡാനി പോൾ നൽകും. ഡാനി, ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടറി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ അതിൽ പ്രധാനമായും പറഞ്ഞത് ഇതിൽ രാജിവെക്കണം എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് അത് കോൺഗ്രസ് പാർട്ടിയാണെന്നാണ്. പക്ഷേ പിന്നീട് LDFന്റെ വാർത്താക്കുറിപ്പെത്തി. അതിൽ വളരെ നിശ്ചിതമായിട്ടുള്ള വിമർശനം ഉയരുന്നു. നിശ്ചിതമായി തന്നെ കണിശമായി തന്നെ കാര്യങ്ങൾ പറയുന്നു, രാഹുൽ രാജിവെക്കണം എന്നുള്ളത്. അപ്പോൾ CPMന്റെ നിലപാടും LDF നിലപാടും രണ്ടാണോ എന്നുള്ള ഒരു സംശയം അപ്പോഴേ ഉയർന്നിരുന്നു. ഇപ്പോഴും അദ്ദേഹം ആവർത്തിക്കുകയാണ്. എന്താണ് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞത് അദ്ദേഹം? എൽദോ അദ്ദേഹം MV ഗോവിന്ദൻ വളരെ കൃത്യമായിട്ട് അദ്ദേഹം അത് പറയുന്നുണ്ട്. ഇന്നലെ വന്ന ആ ഒരു സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. ഇപ്പോൾ അത് കുറെ കൂടി അത് വലിയ തെളിവുകളിലേക്കും കാര്യങ്ങളിലേക്കും എല്ലാം തന്നെ മാറിയിരിക്കുന്നു. അതുകൊണ്ട് കൃത്യമായ രീതിയിൽ തന്നെ അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്, ഈ സ്ഥാനം രാജിവെച്ച് മതിയാവുക, ആ MLA സ്ഥാനത്ത് തുടരാൻ കഴിയുന്ന രീതിയിലല്ല. വലിയ രീതിയിലുള്ളൊരു പരാതികൾ പലയിടങ്ങളിൽ നിന്നായിട്ട് തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. ഇന്നലെ പറഞ്ഞതിൽ നിന്ന് സാഹചര്യങ്ങൾ ഇപ്പോഴൊക്കെ മാറിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് ഈ സ്ഥാനത്ത് തുടരാൻ അർഹനല്ല അദ്ദേഹം, രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുകൊണ്ട് രാജിവെക്കണമെന്ന് തന്നെയാണ് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഉയരുന്ന ചോദ്യമുണ്ട്, ഇതേ ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ ഇതെല്ലാം തന്നെ ഇടതുപക്ഷ MLA-മാർക്കെതിരെ, CPM MLA-മാർക്കെതിരെ ഉയർന്നിട്ടുണ്ടല്ലോ എന്ന സ്വാഭാവിക ചോദ്യം വരുമ്പോൾ അതിനെ മറുപടിയായി അദ്ദേഹം പറയുന്നത് അതെല്ലാം ആരോപണങ്ങൾ മാത്രമായിരുന്നു. ഇത്രമേൽ ശക്തമത്തായ ഒരു തെളിവുമായിട്ട് ആരും തന്നെയും, ഒരു പെൺകുട്ടിയും തന്നെ, ഒരു യുവതിയും തന്നെയും മുന്നോട്ട് വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്.
പറയുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു സാഹചര്യവുമായി ഇതിനെ കൂട്ടിക്കലർത്തേണ്ടതില്ല എന്നാണ് എം വി ഗോവിന്ദൻ CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. അതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യം വന്നിരിക്കുന്നത് വലിയ തെളിവുകളോടുകൂടിയാണ്. അതുകൊണ്ട് പെൺകുട്ടികൾ കൂടുതൽ പേര് മുന്നോട്ട് വരുന്നു, ശബ്ദ സന്ദേശങ്ങളടക്കമുള്ള കാര്യങ്ങൾ വരുന്നു. അതുകൊണ്ട് ഇക്കാര്യത്തിൽ കൃത്യമായ രീതിയിലുള്ള നടപടികളും ഇടപെടലുകളും എല്ലാം തന്നെ വേണ്ടതുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം ഒഴിയേണ്ടത് തന്നെയാണ് എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി പറയുകയും ചെയ്യുന്നത്. ഇതിൽ കൃത്യമായ രീതിയിൽ ഉത്തരം പറയേണ്ട മറ്റൊരാൾ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. കാരണം ഈ പെൺകുട്ടി തന്നെ പറയുന്നു, നാളുകൾക്ക് മുൻപ് തന്നെ ഇക്കാര്യം താൻ പറഞ്ഞിട്ടുള്ളതാണ്. വളരെ താൻ ഒരു പിതാവിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളോട് തന്നെ ഇത് കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ട് ആ പരാതിയിലടക്കം പിന്നീട് നടപടിയുണ്ടായിരുന്നില്ല? ഇത്രത്തോളം മോശക്കാരനാണ് എന്ന് നേതൃത്വത്തിന് തന്നെ ബോധ്യപ്പെട്ട ഒരാളെയാണ് പിന്നീട് അവർ പാലക്കാട്ടേക്ക് മത്സരത്തിന് അയക്കുന്നത്. അവിടെ നിന്ന് കൂടുതൽ സ്ഥാനമാനങ്ങൾ നൽകി അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്യുന്ന ഒരു സവിശേഷ സാഹചര്യത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ഈ രീതിയിലുള്ളൊരു സ്വഭാവ ദൂഷ്യമുള്ള ഒരാളെ ഇവർക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. നേതൃത്വം അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇയാളെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നേതൃത്വവും ഒരുപോലെ തന്നെ കുറ്റക്കാരാണ്. കൃത്യമായ രീതിയിലുള്ള മറുപടി പറയേണ്ടതുണ്ട്. ഒപ്പം തന്നെയും ഷാഫി പറമ്പിൽ MP ഇദ്ദേഹത്തെക്കുറിച്ച് വളരെ കൃത്യമായി അറിയാം. ഇദ്ദേഹമാണ് ഈ MLA സ്ഥാനം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുവരികയും കൈപിടിച്ചുയർത്തുകയും ചെയ്തത്. അദ്ദേഹം എവിടെയാണ് ഇത് സംബന്ധിയായ കാര്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട ഒരാളാണ്. അങ്ങനെ കോൺഗ്രസിന്റെ നേതൃത്വങ്ങൾ ഇക്കാര്യങ്ങളിൽ നിന്ന് അകലം പാലിക്കുന്നു, മൗനം പാലിക്കുന്നു എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. VK ശ്രീകണ്ഠൻ MPയും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഈ പെൺകുട്ടിയെക്കുറിച്ച് പരാതി ഉന്നയിച്ച പെൺകുട്ടിയെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ, സഭ്യമല്ലാത്ത രീതിയിലെല്ലാം തന്നെ ഇന്ന് കാര്യങ്ങൾ ആദ്യം പറഞ്ഞു, പിന്നീട് അത് പിൻവലിക്കേണ്ടി വന്നു. അപ്പോൾ ഈ രീതിയിലാണ് ഇവർ ചിന്തിക്കുന്നത്. പലപ്പോഴും ഇരകളെ ഈ അപമാനിക്കുക എന്ന രീതിയിൽ തന്നെ, പരാതി പറയുന്നവരെ അപമാനിക്കുക എന്ന രീതിയിലാണ് സൈബർ ഇടങ്ങളിലും മറ്റും ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. അവർക്കെല്ലാം തന്നെ ഇതിൽ നിന്ന് പിൻവാങ്ങേണ്ടി വരും എന്ന് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം, ഈ MLA സ്ഥാനം രാജിവെക്കണം എന്നൊരാവശ്യം തന്നെയാണ് ഇപ്പോൾ MV ഗോവിന്ദൻ മുന്നോട്ട് വയ്ക്കുന്നത്. എൽദോ. ശരി, ഡാൻ ഇപ്പോഴാണ് വിവരങ്ങൾ നൽകിയത്. ഡാനിയാണ് ഇപ്പോൾ പ്രതികരണങ്ങൾ തേടിയത് MV ഗോവിന്ദന്. നമ്മളിനി ഡാൻ കുര്യനിലേക്ക് കൂടി പോവുകയാണ്. ഡാൻ, ഈ കൂടുതൽ പരാതികൾ, കൂടുതൽ ആരോപണങ്ങൾക്ക് ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു ആശങ്ക കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടല്ലോ. അപ്പോഴാണ് MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യവും ശക്തമാവുന്നത്. പക്ഷേ രാജി തൽക്കാലം വേണ്ട എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണോ കോൺഗ്രസ് നേതൃത്വം? അത്തരമൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വത്തിൽ ഒരു വിഭാഗം എത്താനിടയായ സാഹചര്യം സമാനമായ ആക്ഷേപം നേരിട്ട പല MLA-മാരും ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും നിലവിലുണ്ട്. പക്ഷേ അവർക്ക് ആർക്കുമെതിരെ രാജിവെച്ച് MLA സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഒഴിയുക എന്ന ഒരു കടുത്ത നിലപാട് ഒരു പാർട്ടികളും സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് തിടുക്കത്തിൽ പോകേണ്ടതില്ല. അതിന് പകരം പാർട്ടിയിൽ ഒരു ആഭ്യന്തര സമിതിയെ രൂപീകരിച്ച് ആ ആഭ്യന്തര സമിതി നടത്തുന്ന സമഗ്രമായ അന്വേഷണത്തിൽ ആരോപണ വിധേയന്റെ വിശദീകരണം കൂടെ തേടി അതുകൂടി പരിഗണിച്ച് സമഗ്രമായ ഒരു റിപ്പോർട്ട് KPC നേതൃത്വത്തിന് കൈമാറിയ ശേഷം നേതൃത്വം അത് ദേശീയ നേതൃത്വത്തിന് ഹൈക്കമാൻഡിന് കൈമാറുകയും ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിന് ഈ കാര്യം വിടുകയും ചെയ്യുക എന്നൊരു തീരുമാനത്തിലേക്കാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം എത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരു സമിതിയെ രൂപീകരിക്കുന്നതിന്റെ ഒരു അന്തിമ ചിത്രം വൈകാതെ തന്നെ ലഭിക്കും. മുതിർന്ന നേതാക്കൾ തമ്മിൽ ഇക്കാര്യത്തിൽ ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് വിവരം. പക്ഷേ ഒരു വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം തന്നെ അടിയന്തരമായി രാജിവെക്കണമെന്ന നിലപാടിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഉറച്ചു നിൽക്കുകയാണ്. അദ്ദേഹം ഹൈക്കമാൻഡ് നേതൃത്വത്തെ അടക്കം ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇനിയും ചില പരാതികൾ കൂടി വരാനിടയുണ്ട് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് അത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുമെന്ന് മനസ്സിലാക്കിയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അങ്ങനെ ഒരു കടുത്ത നിലപാട് അദ്ദേഹം ദേശീയ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് എന്ന വിവരങ്ങൾ കൂടി പുറത്തുവരുന്നുണ്ട്. എന്തായാലും കോൺഗ്രസിനുള്ളിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നില കൂടുതൽ പരിങ്ങലിലാകുന്ന തരത്തിലേക്ക് നിലവിലെ വിവാദങ്ങൾ എത്തി നിൽക്കുന്നു എന്നതാണ് ഇന്നത്തെ സാഹചര്യം. ഡാനി, മാത്രമല്ല മറ്റ് ചിലയിടങ്ങളിലൊക്കെ വേറെയും പെൺകുട്ടികൾ പരാതിയുമായി പരസ്യമായ രംഗത്തെത്തുന്ന സാഹചര്യത്തിലൊക്കെ കാര്യങ്ങൾ പോകുന്നു എന്ന് തോന്നുന്നു. കൂടുതൽ പരാതികൾ വരുന്നു, കൂടുതൽ പേർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ ഒരു അവസരം കിട്ടിയൊരു സാഹചര്യത്തിൽ തുറന്നു പറയാമെന്നുള്ള ഒരു രീതിയിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു ഭയപ്പാട് കോൺഗ്രസ് നേതൃത്വത്തിനില്ലേ?
അതായത് റിനി എന്നെ തുടക്കമിട്ടിരിക്കുന്ന ആരോപണങ്ങൾ ഇത്തരത്തിൽ ദുരനുഭവം നേരിട്ട മുഴുവൻ സ്ത്രീകളും യുവതികളും ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് സമീപകാലത്തൊന്നും ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ ഇത്രയധികം സ്ത്രീകൾ ഒരുമിച്ച് ഒരു കടന്നാക്രമണവുമായി കടന്നുവരുന്ന സാഹചര്യം ആരും കണ്ടിട്ടില്ല. ഗുരുതരമായ ആരോപണങ്ങൾ. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, ഇവരാരും പോലീസിന്റെ രേഖാമൂലം ഒരു പരാതി നൽകിയിട്ടില്ല. പകരം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുമ്പിലും പരസ്യമായി തന്നെ പ്രതികരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അതാണ് പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയത്. കാരണം ഇത് കേസോ മറ്റെന്തെങ്കിലും നടപടികളായിരുന്നെങ്കിൽ അതിനെ നിയമപരമായി മാത്രം നേരിട്ടാൽ മതിയായിരുന്നു. പക്ഷെ നിലവിൽ ഇപ്പോൾ ഉയരുന്ന ആരോപണങ്ങൾക്ക് രാഷ്ട്രീയമായി കൂടി മറുപടി നൽകേണ്ട ഒരു സാഹചര്യത്തിലേക്ക്, അനിവാര്യത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്നു എന്നതാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം. അതാണ് നേതൃത്വത്തിന് മുമ്പിൽ ഈ വിഷയം കൂടുതൽ ഒരു തലവേദനയായി മാറുന്ന സാഹചര്യം. എന്തായാലും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അടക്കം വളരെ കരുതലോടെയാണ് വിഷയത്തിൽ പ്രതികരണങ്ങൾ നടത്തുന്നത്. കാരണം വാവിട്ട ഒരു വാക്ക്, അതിന്റെ പ്രത്യാഘാതം എത്രത്തോളമാണ് എന്ന് VK ശ്രീകണ്ഠൻ നടത്തിയ പരാമർശത്തിന് പിന്നാലെ ഉണ്ടായ വിമർശനങ്ങളിലൂടെ നേതൃത്വം മുഴുവൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു പരാമർശം ഒരു നേതാവിന്റെയും ഭാഗത്തു നിന്നുണ്ടാകാതിരിക്കാൻ കൃത്യമായ ജാഗ്രത പുലർത്തിയാണ് ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ പ്രതികരണങ്ങളുമായി രംഗത്തെത്തുന്നത്. എന്തായാലും യൂത്ത് കോൺഗ്രസിന്റെ പുതിയ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിലവിലെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു വനിതയെ തന്നെ പരിഗണിക്കണമെന്ന ആവശ്യവുമായി ഒരു വിഭാഗം രംഗത്തെത്തിയിട്ടുണ്ട്. ദേശീയ നേതൃത്വത്തിന്റെ പരിഗണനയിൽ ഡോക്ടർ സോയ ജോസഫിന്റെയും അരിത ബാബുവിന്റെയും പേരുകൾ ഉൾപ്പെടെ ഉണ്ട് ഈ ചർച്ചകളിൽ എന്ന സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നുണ്ട്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. എന്നാണെങ്കിലും ഒരുപാട് സങ്കീർണമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് കാര്യങ്ങൾ. MLA സ്ഥാനം രാജിവെക്കണം എന്നുള്ള പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി തുടരുന്നു. അവിടെ പലയിടങ്ങളിലും പ്രതിഷേധം ഇപ്പോഴും നടക്കുന്നുണ്ട്. CPM-ഉം BJP-യും പ്രത്യക്ഷത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നു. രാജി ആവശ്യപ്പെടുന്നു. LDF രാജി ആവശ്യപ്പെട്ടു. പക്ഷേ അത്തരത്തിലൊരു നീക്കം തൽക്കാലം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് അങ്ങനൊരു നീക്കം വേണ്ട എന്നുള്ള നിലപാടാണ്. കാരണം അതുപോലുള്ള സമാന ആരോപണം മറ്റ് പാർട്ടിക്കാർക്കുണ്ടായപ്പോൾ അത് സംഭവിച്ചില്ലല്ലോ എന്നുള്ളതാണ് അതിന്റെ ന്യായീകരണം. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ഞാൻ CV അനുമോദിലേക്ക് പോകേണ്ടതുണ്ട്. CV അനുമോദ് പാലക്കാടുണ്ട്. അനുമോദ്, ഈ ആരോപണങ്ങൾ വന്നു, പിന്നാലെ അടൂരിലെ വീട്ടിൽ അടച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇന്ന് 1-2 പരിപാടികൾ ഉണ്ടായിരുന്നു പാലക്കാടാണെങ്കിൽ വലിയ പ്രതിഷേധം. മണ്ഡലത്തിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്നാണ് അവിടെ BJP-യുടെ ഒക്കെ നിലപാട്. എന്താണ് പാലക്കാട് നിന്ന് കണ്ടതും കേട്ടതും? എൽദോ, പാലക്കാട് ഇന്ന് ഔദ്യോഗികമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് പരിപാടികളുണ്ടായിരുന്നു. ബസ് ടെർമിനലിന്റെ ഉദ്ഘാടനം ഇന്ന് നിശ്ചയിച്ചിരുന്നു. അതിൽ അദ്ദേഹം പങ്കെടുക്കേണ്ടതായിരുന്നു. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന് വരാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല എന്നുള്ളതാണ് ഒരു വസ്തുത. രാഹുൽ മാങ്കൂട്ടത്തിന് കാലുകുത്തരുത് എന്ന് ഇന്നലെ തന്നെ BJP, അതേപോലെ DYFI ഇവരൊക്കെ ഒരുപോലെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. കാരണം ഏത് നിലയിലായിരിക്കും സാഹചര്യങ്ങൾ മാറും എന്നാണ് അവർക്ക് തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നത്. ഇതുപോലെ രാഹുൽ മുതൽ നമ്മളിവിടെ ഉണ്ട്. പലതരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടക്കുന്നത്. പ്രധാനമായിട്ടും വിക്ടോറിയ കോളേജിന് മുമ്പിൽ BJP-യുടെ പ്രതിഷേധം നടക്കുന്നത്. ക്യാൻവാസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അപമാനിച്ചുകൊണ്ടും അല്ലെങ്കിൽ പരിഹസിച്ചും കൊണ്ടുള്ള പോസ്റ്ററുകളും അതേപോലെ അദ്ദേഹത്തിനെതിരായുള്ള പരാതികളും എഴുതിക്കൊണ്ടായിരുന്നു BJP-യുടെ പ്രതിഷേധം ഉണ്ടായിരുന്നത്. അതേസമയം തന്നെ അല്പസമയം മുൻപ് AYF-ന്റെ പ്രതിഷേധം അദ്ദേഹത്തിന്റെ MLA ഓഫീസിലേക്ക് നടന്നു. രാഹുൽ മാങ്കൂട്ടൻ MLA സ്ഥാനം രാജിവെക്കണം എന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. അതുപോലെ തന്നെ ഇന്ന് മറ്റൊരു വിഷയത്തിലാണെങ്കിലും CPM-ന്റെ പ്രതിഷേധത്തിൽ ഉയർന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വിമർശനങ്ങൾ തന്നെയാണ്. ഈ നേരത്തെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കണക്കിന് പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന രീതിയിലായിരുന്നു അദ്ദേഹം പ്രസംഗിച്ചിരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനും ഷാഫി പറമ്പലിനെയും ഒരുപോലെ തന്നെ വിമർശിച്ചുകൊണ്ടായിരുന്നു അവരുടെ പ്രസംഗം. ഇന്നിപ്പോൾ വൈകുന്നേരം 5 മണിക്ക് SFI രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഓഫീസിലേക്ക് MLA ഓഫീസിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത്തരത്തിൽ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രതിഷേധം ഒറ്റയ്ക്കും അല്ലാതെയും ഒക്കെ പലതരത്തിലായിട്ട് ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുകയാണ്. സാഹചര്യങ്ങൾ കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് പോകുന്ന അവസ്ഥയാണുള്ളത്. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞ VK ശ്രീകണ്ഠനും അബദ്ധം പിണഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ വെള്ളപൂശാൻ ശ്രമിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് അതിന് ഈ മുഴുവനായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പം നിൽക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ പാർട്ടി പറഞ്ഞതുകൊണ്ട് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു. പക്ഷേ MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല. അതിന് മുൻ മാതൃകകളായിട്ട് ഇടതുപക്ഷത്തിൻ്റെ MLA ആയിരിക്കുന്ന പലർക്കുമെതിരെ ഇത്തരത്തിൽ ആരോപണം വന്നപ്പോൾ അവരൊന്നും രാജിവെച്ചിട്ടുള്ള ന്യായീകരണം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പരാതി കൊടുത്തവരെ മോശമാക്കി
പറയുന്ന തരത്തിലുള്ള വാക്കുകളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം 1 മണിക്കൂറിന് ശേഷം അത് തിരുത്തി പറയുകയും ചെയ്തു. അപ്പോഴും പഴി മാധ്യമങ്ങൾക്കാണ്. മാധ്യമങ്ങൾ പറഞ്ഞത് ഞാൻ പറഞ്ഞപ്പോൾ അത് അത്തരത്തിൽ വ്യാഖ്യാനിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുള്ളൊരു ന്യായീകരണം അല്ലെങ്കിൽ വിശദീകരണമായിട്ട് ഉണ്ടായിരിക്കുന്നത്. എന്തുതന്നെയാണെങ്കിലും രാഹുൽ വലിയ പ്രതിഷേധം പാലക്കാട് ജില്ലയിൽ അല്ലെങ്കിൽ പാലക്കാട് ഇന്നുണ്ടാകുന്നുണ്ട്. നാളെയും മറ്റന്നാളും ഒക്കെ ഇതേപോലെ തന്നെ സാഹചര്യമായിരിക്കും ഉണ്ടാവുക. CPM ജില്ലാ സെക്രട്ടറി പറഞ്ഞത് CPM വിചാരിച്ചു കഴിഞ്ഞാൽ കുതിരാൻ കടക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഞങ്ങൾ ഇപ്പോഴും അതിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ്. ആ തരത്തിൽ ഒരു ഭീഷണി അല്ലെങ്കിൽ ആ തരത്തിലൊരു കാര്യം അത് CPM ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ വരുന്ന ഏത് പരിപാടിയാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഏത് പരിപാടിയാണെങ്കിലും അതിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. BJPക്കാകട്ടെ BJP ശക്തിയുള്ള ചില മേഖലകളാണ് പാലക്കാടുള്ളത്. സ്വാഭാവികമായിട്ട് അവരുടെ ഭാഗത്തും അത്തരത്തിൽ തന്നെയാണ് നിലപാടുള്ളത്. അതുകൊണ്ട് തന്നെ MLA എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് സ്വന്തം മണ്ഡലത്തിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലിവിടെ ഉള്ളത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിനെ ന്യായീകരിക്കാനോ അതിൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിന് സപ്പോർട്ട് നൽകി അദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കാനോ ഇവിടുത്തെ പ്രധാന കോൺഗ്രസ് നേതാക്കളൊന്നും രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. അതാണ് പ്രധാനപ്പെട്ട ഈ അനുമോദി. മറ്റൊരു കാര്യം കൂടി, ഇപ്പൊ VK ശ്രീകണ്ഠന്റെ പ്രതികരണം കേട്ടു. അതിനും അപ്പുറത്തേക്ക് മറ്റ് കോൺഗ്രസ് നേതാക്കൾ പാലക്കാട് ജില്ലയിൽ അവരെങ്ങനെയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്? ഇത്തരത്തിൽ വലിയ പ്രതിഷേധം അവിടെ BJPയും DYFI ഒക്കെ നടത്തുമ്പോൾ എങ്ങനെയാണ് ഈ നേതൃത്വം DCC നേതൃത്വം അതിലൊരു നിലപാടെടുക്കുന്നത്? എന്താണ് ഒരു പരസ്യ പ്രതികരണം തയ്യാറാവുന്നുണ്ടോ അവിടെ? ഇന്നലെ പറഞ്ഞതിൽ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല എന്നാണ് DCC അധ്യക്ഷൻ്റെയൊക്കെ നിലപാടുള്ളത്. ഇക്കാര്യത്തിൽ കൂടുതലൊന്നും പറയാൻ മാധ്യമങ്ങളോടില്ല എന്നാണ് നമ്മൾ രാവിലെ പ്രതികരണം ആരാഞ്ഞപ്പോൾ അവരുടെ ഭാഗത്ത് ലഭിച്ച പ്രതികരണം. അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഷാഫി പറമ്പിലാണ് ഇതിൽ മറുപടി പറയുന്നത്. അദ്ദേഹം എവിടെയാണെന്ന് പോലും അറിയില്ല. ബീഹാറിലാണ്, രാഹുലിൻ്റെ യാത്രയിലാണെന്നാണ് അറിയുന്നത്. പക്ഷേ ഇന്നലെ ഡൽഹിയിലാണെങ്കിലും അദ്ദേഹം ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. കാരണം ഷാഫി പറമ്പിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട്ടേക്ക് കൊണ്ടുവന്നതും എൻ്റെ പിൻഗാമി എന്ന് പറഞ്ഞ് പാലക്കാട്ടുകാർക്ക് പരിചയപ്പെടുത്തിയതും വോട്ട് തേടിയതും ജയിപ്പിച്ചതും ഒക്കെ ഷാഫി പറമ്പിലാണ്. സ്വാഭാവികമായിട്ടും ഷാഫി പറമ്പിലെ പ്രതികരണമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. പക്ഷേ ഇത് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ കോൺഗ്രസിനെ എതിരെ വിമർശനം ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആയുധമാക്കി ഉന്നയിക്കുന്നതും. നേരത്തെ അടുത്തിടെ BJPയിൽ നിന്നും കോൺഗ്രസിൻ്റെ ഭാഗമായ സന്ദീപ് വാര്യരാണ് ഫേസ്ബുക്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടത്. പക്ഷേ അതും ഒരു പരസ്യ പ്രസ്താവനയായിട്ട് ഫേസ്ബുക്കിനപ്പുറത്തൊരു പ്രസ്താവനയായിട്ട് വന്നിട്ടില്ല. അതുപോലെ തന്നെ മുതിർന്ന നേതാക്കളൊന്നും തന്നെ ഈ വിഷയത്തിൽ കോൺഗ്രസിൻ്റെ പാലക്കാട് നേതാക്കളൊന്നും തന്നെ ഇതിൽ പ്രതികരിക്കാനും തയ്യാറല്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിനുള്ളിൽ നിന്ന് വിമർശനം വരുമോ എന്ന കാര്യമാണ് വരുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം കോൺഗ്രസിനുള്ളിൽ വലിയ 2 വിഭാഗങ്ങളുണ്ട്. ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തിനും എതിരെ വിമർശനം ഉന്നയിക്കുന്ന വിഭാഗങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ പാലക്കാട് കണ്ടതാണ്. അത്തരത്തിൽ ഒരു അവസരം നോക്കി നിൽക്കുന്ന കോൺഗ്രസുകാരുടെ ഭാഗത്തുനിന്നുള്ള നീക്കങ്ങളും നമുക്ക് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. കാരണം തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ സ്വന്തം മണ്ഡലത്തിൽ ഒരു MLAക്ക് കാലുകുത്താൻ പോലും കഴിയാത്ത ആ സാഹചര്യം ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അടുത്ത തെരഞ്ഞെടുപ്പ് മത്സരിക്കാനാകുമെന്ന് ചോദ്യമേ ഉയരുന്ന സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ കാര്യങ്ങൾ ചർച്ചയാവുകയും ഷാഫി രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും പാലക്കാട് മറ്റൊരു ഗ്രൂപ്പിലെ പ്രതിനിധി ഇവിടെ വരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അതുകൊണ്ട് തന്നെ അതിനുള്ള നീക്കം മറുഗ്രൂപ്പുകാരും ആരംഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തുവാൻ. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൽ നിന്ന് നിലവിൽ ഷാഫി പറമ്പിലിന് ഷാഫി പറമ്പിലിന് മറുപടി വരാത്തതുവരെ വലിയ ആയുധമായിട്ട് ഇവിടെ പ്രചരിക്കുന്നുണ്ട്. കോൺഗ്രസ്സുകാരും ഇതിനെ പ്രതിരോധിക്കാനും പരസ്യമായി ഇന്ന് രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നൽകിയത്. ഒപ്പം ഡാൻ കുര്യൻ, ഡാനി പോൾ, ഒപ്പം നവമി ദിനേശും ഈ വാർത്തയുടെ വിവരങ്ങളിലേക്കാണ് നമ്മൾ വിശദമായി കടന്നത്. സ്പോട്ട് ലൈവിൽ ആദ്യം നമ്മൾ ഇനി പോകുന്നത് ഒരു മന്ത്രിപുത്രന്റെ റോട്ടിലെ ഷോയിലേക്കാണ്. എത്താം ഇടവേളയ്ക്ക് ശേഷം. സംഭവിച്ചിട്ട് കുറച്ച് നാളായി, ഒരു 3-4 മാസത്തിന് മേലേക്ക് ആയിട്ടുണ്ട്. ഒരിക്കൽ മാത്രം ഇങ്ങനെ ഒരു മിസ്ബിഹേവിയർ ഉണ്ടായിട്ടുള്ളൂ, അതോ ഇത് തുടർച്ചയായിട്ട് ഈ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ആദ്യമൊക്കെ തുടർച്ചയായി തന്നെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇയാൾക്കെതിരെ പല പല ആരോപണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അയാൾ പിന്നീട് കോണ്ടാക്ട്സ് കുറച്ചിട്ടുമുണ്ട്. പിന്നെ ഇന്ന് രാവിലെ ഉൾപ്പെടെ എനിക്ക് കോൾ ചെയ്തിട്ടുണ്ട്. കാരണം അയാൾ പേടിക്കുന്നു, ഭയക്കുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇത് പുറത്ത് പറയുമോ അങ്ങനെയുള്ള. അയാൾക്ക് ചിലതര വൈകൃതങ്ങളാണ്. അയാളുടെ അടുത്ത് പബ്ലിക്കായിട്ടാണ്, മീൻസ് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടാണ് ഡിസപ്പാറിങ് മെസ്സേജ് ആണ്. അതെനിക്ക് സ്ക്രീൻഷോട്ട് പോലും എടുക്കാൻ പറ്റില്ല. ഇന്നലെ ആ യുവ നടി വെളിപ്പെടുത്തിയത് പോലെ തന്നെ ഇയാള് അയക്കുന്ന മെസ്സേജ് സ്ക്രീൻഷോട്ട് പോലും എടുക്കാൻ പറ്റാത്ത രീതിക്കുള്ള മെസ്സേജുകളാണ് അയക്കുന്നത്. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചത്, നിന്നെയൊക്കെ എനിക്ക്
അയാൾക്കുള്ള വൈകൃതം എന്ന് പറഞ്ഞാൽ നിന്നെ എനിക്ക് റേപ്പ് ചെയ്യണം എന്നാണ് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. അത് ഇവിടെയല്ല, നമുക്ക് കേരളത്തിന് വെളിയിലുള്ള ഏതെങ്കിലും ഹോട്ടലുകളിൽ ബാംഗ്ലൂരോ ഹൈദരാബാദോ ആണ് അയാൾ സജഷൻ ചെയ്ത 2 ഹോട്ടലുകൾ. അവിടെ നമുക്ക് പോകാം, ഇവിടേക്ക് ഇങ്ങനെ ഇതായാൽ ആളുകൾ കാണും, ഒന്നാമത് ഞാനും ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. നിങ്ങളപ്പോ എന്ത് മറുപടിയാ പറഞ്ഞത് ഈ രീതിയിൽ സംസാരിച്ചപ്പോ ഞാൻ മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല, മാത്രമേ വേണ്ടിയിട്ടുള്ളൂ. കാരണം വെച്ചാൽ നമുക്കറിയാം, എനിക്ക് ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന വ്യക്തിയാണ്, മാത്രമല്ല സമൂഹത്തിലെ ഒരു MLA ആണ്. അപ്പോൾ ഇയാളുടെ അടുത്ത് ഏത് രീതിയാണ് പ്രതികരിക്കണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു. പ്രതികരിച്ചാൽ ചിലപ്പോൾ എന്തായിരിക്കും അവസ്ഥയെന്നും ഞാൻ ഭയന്നിരുന്നു. അർദ്ധരാത്രിയിൽ നടുറോഡിൽ മന്ത്രിപുത്രന്റെ ഷോ. വാഹനം വഴിമാറ്റുന്നതിനെ ചൊല്ലി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷും കോൺഗ്രസ് നേതാവ് DV വിനോദ് കൃഷ്ണയും തമ്മിലാണ് തർക്കമുണ്ടായത്. മാധവനെ പോലീസ് കൊണ്ടുപോയി പരിശോധിച്ചുവെങ്കിലും മദ്യപിച്ചതായി തെളിഞ്ഞില്ല. മാധവനും വിനോദ് കൃഷ്ണയ്ക്കും പരാതിയില്ലെന്ന് അറിയിച്ചതിനാൽ വിട്ടയച്ചുവെന്നാണ് പോലീസിന്റെ വിശദീകരണം. പരാതിയില്ലെന്ന് വിനോദ് കൃഷ്ണയും പ്രതികരിച്ചു. ഞാൻ ശാസ്ത്രമംഗലം ഭാഗത്തേക്ക് പോയിട്ട് അവിടെ വേദികയുടെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ U-ടേൺ എടുത്ത് വെള്ളയമ്പലം ഭാഗത്തേക്ക് വരികയാണ്. അപ്പം മറ്റൊരു വാഹനം വെള്ളയമ്പലം ഭാഗത്തുനിന്ന് ശാസ്ത്രമംഗലത്ത് നിന്ന് വെള്ളയമ്പലം ഭാഗത്തേക്ക് വണ്ടി ഓടിച്ചു വരുന്നു. അപ്പം ഞാൻ അവിടുന്ന് U-ടേൺ എടുത്ത് ട്രാക്ക് സെക്കൻഡിൽ നിന്നാണ് ഞാൻ സ്ലോയിൽ വരുന്ന ട്രാക്കിലേക്കാണ് ഞാൻ വാഹനം ഓടിച്ചു വരുന്നത്. ആ സമയത്ത് ട്രാക്ക് ഒന്നിൽ കൂടെ പോവുകയായിരുന്ന ചെറുപ്പക്കാരൻ വാഹനത്തിന് ഗ്ലാസ് താഴ്ത്തി വളരെ സ്ലോയിൽ എൻ്റെ വണ്ടിയോടൊപ്പം ഓടിച്ചുകൊണ്ട് ഉച്ചത്തിൽ എന്തൊക്കെ പറയുന്നു. അപ്പം ഞാൻ ആദ്യം കരുതുന്ന എൻ്റെ വണ്ടിയുടെ ഡോർ തുറന്നിരിക്കുകയോ മറ്റെന്തോ ആണെന്ന് കരുതിയാണ് ഞാൻ വാഹനം ഗ്ലാസ് താഴ്ത്തി എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇയാൾ ഒച്ചയെടുത്ത് ട്രാക്ക് നോക്കി വണ്ടി ഓടിക്കണം, നിന്നെ ആരുടെ ഡ്രൈവിംഗ് ലൈസൻസ് എന്നൊക്കെ പറഞ്ഞ് ഒച്ചയെടുത്ത് സംസാരിക്കുന്നു. ഈ അവസരത്തിൽ ഞാനും തിരിച്ചവരോട് കയർത്ത് സംസാരിക്കുന്നതാണ്. ഞാൻ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന പോലീസൊന്നും അല്ല നീ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന അവസരത്തിലാണ് എങ്കിൽ പോലീസ് വന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് എൻ്റെ വണ്ടിയുടെ കുറുകെ വണ്ടി കയറ്റിപ്പിടിക്കുന്നു. അപ്പം മറ്റൊരു വണ്ടിക്കും കടന്നു പോകാൻ പറ്റാതെ അവിടെ റോഡ് ബ്ലോക്ക് ആവുന്നു. പക്ഷേ 11 മണി ഏകദേശം 10:45 വന്നുകൊണ്ട് വാഹന തിരക്ക് കുറവാണ്. ആ സമയത്ത് ആൾക്കാരെല്ലാം കൂടി വരുന്നു. 5 മിനിറ്റ് റോഡിൽ വെച്ച് സംസാരമൊക്കെ ഉണ്ടായി. അതിനുശേഷം എൻ്റെ വണ്ടിയുടെ പുറകിൽ വേറൊരു കാർ കൊണ്ട് നിർത്തി ആ കാറിലേക്ക് മറ്റൊരു ബൈക്ക് വന്നിരിക്കുന്നു. അങ്ങനെ അപകടം ഉണ്ടായപ്പോൾ നാട്ടുകാർ വന്ന് അയാളോട് ഉച്ചത്തിൽ ബഹളം ഉണ്ടാക്കി അയാളോട് വണ്ടി എടുത്ത് മാറ്റാൻ പറയുന്നു. ഈ അവസരത്തിൽ തന്നെ ഞാൻ പോലീസിനെ വിളിച്ചു. ഒരു ചെറുപ്പക്കാരൻ ഇതുപോലെയാണ്. പക്ഷേ എനിക്ക് ആളിനെ തിരിച്ചറിഞ്ഞു. പക്ഷേ ഞാനത് ഇന്നയാളുടെ മകനാണെന്ന് പറഞ്ഞില്ല. ഒരു ചെറുപ്പക്കാരൻ റോഡിൽ ബ്ലോക്ക് ചെയ്ത് വണ്ടി ഇട്ട് ബഹളം ഉണ്ടാക്കുകയാണ്. ഇന്ന് പോലീസ് വരണമെന്ന് പറയുന്നു. ഞാൻ എന്നിട്ട് അയാളോട് പറഞ്ഞു, ഞാൻ പറഞ്ഞ ഭാഷ വെച്ച് അയാൾക്ക് തോന്നി ഞാൻ അയാൾ അച്ഛന് പറഞ്ഞു എന്നാണ്. ഞാൻ പറഞ്ഞു നിന്റെ അച്ഛനെ പറയിപ്പിക്കരുത് എന്ന് പറഞ്ഞു. കാരണം ഞാൻ പറഞ്ഞത് പൊതുസമൂഹം അറിഞ്ഞുകൊണ്ട് അച്ഛന് പരാതി ഉണ്ടാക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അയാൾക്ക് തോന്നിയത് ഞാൻ അയാൾ അച്ഛനെ വിളിക്കും. അപ്പോൾ അയാൾ ആ ടോണിലേക്ക് ഒച്ചയെടുത്തപ്പോൾ ഞാൻ പറഞ്ഞു അയാളോട് സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. ഞാൻ വാഹനത്തിലേക്ക് കയറി. അപ്പോൾ എനിക്ക് ആദ്യം കരുതി ഞാൻ അയാൾ മദ്യപിച്ചിരിക്കുകയാണ്. അപ്പോൾ പോലീസ് വരുമ്പോൾ ഞാൻ പറഞ്ഞു അയാൾ മദ്യപിച്ചിരിക്കുകയാണ്, സംശയമുണ്ട്, വണ്ടിയിൽ വലിയ ഉച്ചയും ബഹളമൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ആൾക്കാർ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് പോലീസ് വന്നിട്ട് പോലീസിന് ഇതുപോലെ സംശയം തോന്നിയിട്ടാണ് പോലീസ് അയാളെ വണ്ടി കയറ്റുന്നത്. ആ അവസരത്തിൽ എന്നോട് പറഞ്ഞു പിറകിൽ വരാൻ പറഞ്ഞു. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അയാൾ വിളിച്ചു വരുത്തിയനുസരിച്ച് അയാളുടെ വീട്ടുകാരെല്ലാം അവിടെ വന്നു. ആ വീട്ടിലെ ബന്ധുക്കളല്ല, ഡ്രൈവേഴ്സ് മറ്റ് സ്റ്റാഫ് ആരൊക്കെയാണോ അവരൊക്കെ വന്നിട്ട് പരാതി ഇല്ലാതെ അത് ഒഴിവാക്കണം എന്നുള്ള രീതിയിലും അത് ഒരു അബദ്ധം പറ്റിപ്പോയതാണ് ഒച്ചയെടുത്തത്. അപ്പം അയാൾ തന്നെ എന്നോട് വിട്ടുകളെ എനിക്ക് ആ സമയത്ത് സംഭവിച്ചാണ് റോഡിലുണ്ടായ വർത്തമാനത്തിൽ സോറി പറഞ്ഞ് ആ രീതിയിലേക്ക് സംസാരിച്ചപ്പോൾ പരാതിയില്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണ് അത്. പക്ഷേ അവിടെ വെച്ച് എന്നെ ബ്രത്ത് അനലൈസർ വെച്ച് പരിശോധിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അതിൽ ഏതായാലും ആ പരിശോധനയിൽ അയാൾ മദ്യപിച്ചില്ല എന്ന് മനസ്സിലായി. പക്ഷെ മറ്റു പരിശോധന എനിക്ക് പരാതിയില്ലാത്തതുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് കടന്നില്ല പോലീസ്. അപ്പോഴത്തന്നെ രണ്ടുപേരും
വി അരുൺ അതിന്റെ വിവരങ്ങൾ നൽകും. അരുൺ, റോട്ടിലെ ഷോ എന്തായാലും സിനിമാ സ്റ്റൈലിൽ അച്ഛനെ പോലെ തന്നെയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് എന്താണ് സംഭവിച്ചത് ഈ തർക്കത്തിൽ? ഇപ്പോൾ നമ്മൾ ഒരു ഭാഗമാണ് കേട്ടത്, വിനോദ് കൃഷ്ണയുടേത്. അതിൻ്റെ അപ്പുറത്തേക്ക് മറ്റുള്ളവർ എന്താണ് പറയുന്നത്? നാട്ടുകാർ എന്താണ് കണ്ടുനിന്നവരെന്താണ് അവിടെ സംഭവിച്ചതായി പറയുന്നത്? ഒരു സിനിമാ സ്റ്റൈൽ ഷോ തന്നെയാണ് നടന്നത്. ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അത്തരത്തിൽ മാധവ് സുരേഷ് റോഡിൽ ഇറങ്ങി നിന്ന് വാഹനം തടഞ്ഞിടുന്നു. പോലീസിനെ വിളിക്കാൻ അയാൾ തന്നെ ആവശ്യപ്പെടുന്നു. അങ്ങനെ വിനോദ് കൃഷ്ണ പറഞ്ഞത് മാത്രമാണ് ഇപ്പോൾ നമുക്ക് പോലീസിനും മറ്റേ പരാതിയില്ലാത്തതുകൊണ്ട് പോലീസ് കാര്യമായ അന്വേഷണത്തിലേക്ക് കടന്നിട്ടില്ല. ബഹളമുണ്ടാകുമ്പോൾ, വാഹനം തടഞ്ഞിട്ട് പ്രശ്നമുണ്ടാകുമ്പോഴാണ് ഇയാൾ മദ്യപിച്ചു എന്ന തോന്നലിൽ വിനോദ് കൃഷ്ണ പോലീസിനെ വിളിച്ചു വരുന്നത്. പോലീസിനും ഇയാളുടെ ആദ്യത്തെ ഒരു ഇടപെടലെ കണ്ടപ്പോൾ പോലീസ് വരുമ്പോഴും ഇയാൾ പോലീസിനൊപ്പം പോകാനോ ജീപ്പിൽ കയറാനോ ഒന്നും കൂട്ടാക്കിയില്ല. വലിയ വാക്കേറ്റം പോലീസിന് നേരെയും കയർന്ന് സംസാരിച്ചു. ഒടുവിൽ പോലീസ് ഇയാളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ ഇയാൾ മൊത്തത്തിൽ പിന്നീട് ഒരു കോംപ്രമൈസ് ലൈനിലേക്ക് മാറുകയായിരുന്നു വിനോദ് കൃഷ്ണ പറയുന്നത്. നാട്ടുകാരും അതുതന്നെയാണ്. അയാൾ വലിയ ബഹളമുണ്ടാക്കി അവിടെ ആക്രോശിച്ചു, സിനിമാ സ്റ്റൈലിൽ ഷോ കാണിച്ചു എന്നുള്ളത് തന്നെയാണ് പൊതുവിൽ നാട്ടുകാർ പറയുന്നത്. ഒടുവിൽ പരിശോധനയിൽ ഇയാൾ മദ്യപിച്ചില്ലാന്ന് തെളിഞ്ഞ് അങ്ങനെ ഇയാളെ വിടുകയായിരുന്നു. മാത്രമല്ല വിനോദ് കൃഷ്ണയ്ക്ക് പരാതിയില്ല എന്ന് പറഞ്ഞു. മാധവ് സുരേഷും തനിക്ക് വിനോദിനെതിരെ പരാതിയില്ല. അങ്ങനെ പരസ്പരം ഒരു പരാതിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരെയും വിട്ടയക്കുകയാണ്. ഏതായാലും റോഡിൽ രാത്രി 11 മണിക്ക് ശേഷമാണ് ഈ സംഭവമുണ്ട്. അതുകൊണ്ട് കാര്യമായ ഗതാഗത കുരുക്കുണ്ടായില്ല. നമുക്കറിയാം ശാസ്ത്രമംഗലം വലിയ തിരക്കുള്ള സ്ഥലമാണ്. പക്ഷേ രാത്രി 11 മണിക്ക് ശേഷം ആയതുകൊണ്ട് അത്ര തിരക്കുണ്ടായില്ല. എങ്കിലും മറ്റു ചില കുറച്ച് വാഹനങ്ങളുമെങ്കിലുമൊക്കെ പുറകിൽ വന്ന് നിൽക്കുന്ന കാണാം. ആ രീതിയിൽ റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഷോ ആയിരുന്നു രാത്രി അവിടെ ഉണ്ടായത്. വിനോദ് കൃഷ്ണ ആളറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇയാൾ ഇത്തരത്തിൽ ക്ഷോഭിക്കുമ്പോൾ പോലീസിനെയൊക്കെ വിളിച്ചു വരുത്തിയത്. വിനോദ് കൃഷ്ണ വാഹനം ഓടിച്ച് ശരിയായില്ല, ലൈസൻസ് എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇയാൾ വിനോദ് കൃഷ്ണയുമായി കയർത്തത്. ഏതായാലും രണ്ടു കൂട്ടർക്കും പരാതിയില്ലാത്തതിനാൽ പോലീസ് കേസെടുത്തിട്ടില്ല. മറ്റ് നടപടികളിലേക്കും പോലീസ് കടന്നിട്ടില്ല. പോലീസ് കേസെടുത്തിട്ടില്ല, മറ്റു നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്താണെങ്കിലും വലിയ തോതിലൊരു ഷോ, കൃത്യമായും അതിന് ഷോ തന്നെ എന്ന് പറയേണ്ടി വരും. മന്ത്രിപുത്രൻ്റേതാണെങ്കിലും ആരുടെയാണെങ്കിലും അവിടെ നടുറോഡിൽ അവിടെ വാഹനം തടഞ്ഞ വാഹനത്തിൽ അടിച്ചുകൊണ്ട് ആക്രോശിച്ചുകൊണ്ടുള്ള ചില പ്രകടനങ്ങൾ കണ്ടു ഇന്നലെ അർദ്ധരാത്രിയിൽ തിരുവനന്തപുരത്ത് എന്നുള്ളതാണ്. അരുൺ, ഇയാളിങ്ങനെ ഷോ വെക്കുമ്പോൾ ഇയാളുടെ ഒപ്പം സുഹൃത്തുക്കളുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒറ്റയ്ക്കായിരുന്നോ മകൻ മാധവ് സുരേഷ് ഉണ്ടായിരുന്നത്, സുരേഷ് ഗോപിയുടെ മകൻ? ആ ദൃശ്യങ്ങളിൽ അയാൾക്കൊപ്പം അയാളുടെ സുഹൃത്തുക്കളുമുണ്ട്. കാരണം അയാൾ കാറിന് മുന്നിലേക്ക് പോകുമ്പോൾ ഒപ്പം 3-4 ചെറുപ്പക്കാർ കൂടെ പോകുന്നുണ്ട്. ഇയാൾ വാഹനം തടഞ്ഞു നിർത്തുന്നു, വാഹനം പോലീസ് വരട്ടെ എന്ന് പറയുന്നു, എന്റെ വാഹനത്തിൽ തട്ടി എന്നൊക്കെ ഇയാൾ പറയുന്നുണ്ട്. അതേപോലെ എന്റെ വാഹനത്തിലും അടിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കാറിന്റെ ബോണറ്റിൽ ഇയാൾ അടിക്കുന്നത്. അതൊക്കെ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇയാൾക്കൊപ്പം സുഹൃത്തുക്കളുമുണ്ട്. പക്ഷെ അവരാരും പിന്നീട് പോലീസ് വരുമ്പോൾ ഇയാൾക്കൊപ്പം വാഹനത്തിൽ കയറി പോകുന്നുമില്ല. ഏതായാലും നേരത്തെ ഇയാൾ പുതിയ വാഹനം ഇറക്കിയപ്പോൾ ആ വേഗത്തിൽ ഓടിച്ചു പോയതൊക്കെ നേരത്തെ വിവാദമായിരുന്നു. ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതാണ്. ഇപ്പോൾ ഇത്തരത്തിൽ റോഡിൽ ഏത് സാഹചര്യത്തിലാണ് ഇയാൾ ഇത്തരമൊരു സംഘർഷത്തിലേക്ക് പോയതെന്ന കാര്യമാണ് വ്യക്തമല്ലാത്തത്. മദ്യപിച്ചിട്ടില്ല എന്ന ഏതായാലും പോലീസിന്റെ ബ്രത്ത് അനലൈസർ പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. പക്ഷേ റോഡിൽ വാഹനങ്ങൾ ഓടിച്ചു പോകുന്നതിനിടയിലുണ്ടായ ചില ഈഗോ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം. ഏതായാലും ഗതാഗതം നടന്നുകൊണ്ടുള്ള ഒരു ഷോ മന്ത്രി പുത്രന്റെ ഭാഗത്തുനിന്ന്, സിനിമാ താരത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വ്യാപകമായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നതും മാധ്യമങ്ങളിലൂടെ വാർത്തയായി വന്നിട്ടുള്ളത്. അതെ, എന്താണെങ്കിലും സുരേഷ് ഗോപിയുടെ ഒരു പ്രതികരണം ഇപ്പോൾ വന്നിട്ടുണ്ട്. ഒരു വിഷയത്തിലും സംസാരിക്കില്ല, ആരെയും കുറ്റപ്പെടുത്താനില്ല, ഇലക്ഷൻ കമ്മീഷൻ മറുപടി നൽകിയല്ലോ, നിങ്ങൾ എത്ര നാളായി എന്നെ വേട്ടയാടുന്നു, ഞാൻ എന്ന വ്യക്തിയുണ്ടെന്നും കുടുംബമുണ്ടെന്നും മറക്കുന്നു എന്നൊക്കെ സുരേഷ് ഗോപി ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്താണെങ്കിലും പക്ഷേ ഇക്കാര്യങ്ങൾ എങ്ങനെയാണ് മിനിസ്റ്റർ റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ കഴിയുക? മകൻ്റെ വീഡിയോ ആയതുകൊണ്ടല്ല, ഒരു സാധാരണക്കാരനാണെങ്കിൽ പോലും ഇത്തരത്തിൽ ആക്രോശിക്കുമ്പോൾ അതൊരു വിഷ്വലായി വരികയാണെങ്കിൽ സ്വാഭാവികമായും ഇത് വാർത്തയെ വരികയും ചെയ്യും. വി അരുണാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്.